സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയെങ്കിലും രഹസ്യമായി പ്രവർത്തിക്കുകയാണ് മലപ്പുറം മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന മതപരിവർത്തന സ്ഥാപനമായ സത്യസരണി. വ്യാപകമായി സമൂഹമാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തി ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ മതമൗലിക സ്ഥാപനം. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നിരോധിത ഭീകര സംഘടനയായ PFIയുടെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സത്യസരണിയുടേതടക്കം 56.56 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയത്. യുടെ സഹായികളാവുക എന്നാവശ്യപ്പെട്ടാണ് സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപക പ്രചാരണം നടക്കുന്നത്. ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണിയിൽ പലതവണ ED പരിശോധന നടത്തിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ സ്വത്ത് വകകൾ കണ്ടുകെട്ടി. ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ തണലിൽ അവരുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു മഞ്ചേരി ചരണിയിലെ സത്യസരണിയുടെ പ്രവർത്തനമെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മറ്റു മതങ്ങളിൽപ്പെട്ടവരെ മതം മാറ്റുകയും അവർക്ക് മതപഠനവും നൽകുന്ന സ്ഥാപനമാണ് സത്യസരണി. എന്നാൽ രഹസ്യമായി സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യസരണിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങൾ വഴി വ്യാപക പ്രചാരണം. ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കും മതവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത പാരമ്പര്യ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനമായ സത്യസരണി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഇതിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങളുടെ സക്കാത്ത്, സദക്ക, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവയുടെ നല്ലൊരു പങ്ക് മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സത്യസരണിയുടെ സഹായികളാവുക. ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും നൽകി സത്യസരണിയിൽ നിങ്ങളുടെ സക്കാത്ത്, സുദക്ക എന്നിവ നൽകി പങ്കാളികൾ ആവുക എന്നതാണ് വ്യാപക പ്രചാരണം. സ്ഥാപനം ദേശീയ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഫണ്ട് ശേഖരിക്കാൻ പ്രചാരണം നടത്തുന്നത്. മതപരിവർത്തനം നടത്തി 2 മാസത്തെ മതപഠനം നൽകുന്നതാണ് സത്യസരണിയുടെ രീതി. ഇവർക്ക് പുനരധിവാസ വാഗ്ദാനവും തൊഴിൽ വാഗ്ദാനവും നൽകുന്നു. ഇങ്ങനെ ദരിദ്രരായ മറ്റു മതത്തിലുള്ള ആളുകളെ ലക്ഷ്യം വെച്ചാണ് പ്രവർത്തനം. STPIയുടെയും PFIയുടെയും നിയന്ത്രണത്തിലും അവരുടെ ഫണ്ടും ഉപയോഗിച്ചാണ് പ്രവർത്തനം. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.